ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ പൈത്തൺ ക്രാഷ് കോഴ്സിന്റെ ഡേ 7 സെക്ഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ബേസിക്കലി അതിന് ഊപ്സ് കോൺസെപ്റ്റ് എന്ന് പറയും. ആ ഊപ്സിന്റെ ഫുൾ ഫോം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ്. പേര് തന്നെ ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്. ഇതെന്താണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോ ബേസിക്കലി ഇതിന്റെ കുറച്ച് ടേംസും കാര്യങ്ങളും എന്തൊക്കെയാണ്, പിന്നെ ഇതിന്റെ ഹാൻഡ്സ് ഓൺ ആയിട്ട് എങ്ങനെ ചെയ്യാന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാണ് നമ്മൾ ഊപ്സ് നമ്മുടെ പൈത്തണിൽ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഊപ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ കോഡൊക്കെ അത്യാവശ്യം വലിയ ലെങ്തി കോഡ്സ് ആയിരിക്കും. പിന്നെ അത് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ആയിരിക്കും. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വല്ലാത്തൊരു പരിവാവും. ഓക്കെ, നമ്മൾ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വല്ലാത്ത വലിയൊരു കോഡ് കാര്യ സംഭവങ്ങളാവും. പക്ഷെ നമ്മൾ ഊപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെൽ സ്ട്രക്ചർഡ് ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കോഡ് ചെയ്ത് കാണിച്ചു തരും. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, സോ വിത്തൗട്ട് ഫർദർ നമുക്ക് ഊപ്സിന്റെ ചെറിയ ചെറിയ ടേംസും കാര്യങ്ങളുണ്ട്, അതെന്താന്ന് നോക്കാം. ബേസിക്കലി നമ്മളിപ്പോൾ ഊപ്സ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഒരു സ്കൂൾ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റുഡൻസിന്റെ ഉണ്ടാവും, അതിന്റെ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസ് ക്ലാസ് എന്ന് പറഞ്ഞ സംഭവം ബിൽഡ് ചെയ്യും. പിന്നെ ടീച്ചർ ക്ലാസ് ബിൽഡ് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ഒബ്ജക്ട്സും കാര്യങ്ങളും ഉണ്ടാവും. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുക. ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ സബ്ജക്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്താണ് ക്ലാസ് എന്ന് പറയുന്ന സംഭവം. ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നോർമലി നമ്മളിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന വീട്, ഏത് വീടായിക്കോട്ടെ, ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്ഥലമാണ്. സ്ഥലം വേണം. സ്ഥലം മാത്രം പോരാ, സ്ഥലം കിട്ടിയിട്ട് ശേഷം നമുക്ക് വീട്ടിൽ എത്ര റൂം കാര്യങ്ങൾ വേണം, എത്ര മീൻസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ വേണ്ടേ. ലൈക്ക് ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒന്നുമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പ്ലാൻ വരച്ച് അതിൻ്റെ അകത്ത് ഇത്ര റൂം, എത്ര ടോയ്ലറ്റ്, അത്ര കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കുക. അതുപോലെ പൈത്തണിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയും. അതായത് ബ്ലൂ പ്രിന്റ് ഒരു ടെംപ്ലേറ്റ് യൂസ് ടു ക്രിയേറ്റ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഒരു ടെംപ്ലേറ്റിന് പറയുന്ന പേരാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഒരു വീട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്ന പോലെ. സോ ഈ ക്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ വീടിന്റെ പ്ലാൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കംപ്ലീറ്റ് വീട് ബിൽഡ് ചെയ്യും. ഓക്കെ, സോ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിയൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റഡ് ഫ്രം എ ക്ലാസ്. ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്, ഒരു സംഭവമാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം, ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ, സോ അടുത്തതെന്ന് വെച്ചാൽ ഇനീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സംഭവം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവമാണ് ഇനീറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇതൊരു ഇൻബിൽഡ് സംഭവമാണ്. ഇതിൻ്റെ അകത്താണ് നമുക്ക് വേണ്ട വേരിയബിൾസ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇതുപോലെ സെൽഫ് ഡോട്ട് മോഡൽ. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇനീറ്റ് എന്ന മെത്തേഡ് എന്ന് പറയും. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡെഫിനിഷൻ, സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ദാറ്റ് ക്യാൻ ഇനീഷ്യലൈസ് ആൻ ഒബ്ജക്ട് ഡാറ്റ വിത്ത് ഇറ്റ് ഇസ് ക്രിയേറ്റഡ്. ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇനീറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ ഓക്കെ ഇനി പൈത്തണിലെ ഊപ്സിൽ മെയിൻ ആയിട്ട് വരുന്ന ടേംസും കാര്യങ്ങളും ക്ലാസ് നമ്മൾ പറഞ്ഞു. ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. പിന്നെ വരുന്നത് എപ്പോഴും അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ സെൽഫ് എന്നുള്ള സാധനം എപ്പോഴും ഉണ്ടാവും. ഈ രണ്ട് സാധനം വേരിയബിൾ ആയിരിക്കും. ലൈക്ക് എന്താണ് വേണ്ടത് നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളാണ്. എന്നിട്ട് നമ്മൾ സെൽഫ് ഡോട്ട് നെയിം, ഇവിടെ വരുന്ന നെയിം നമ്മൾ സെൽഫ് ഡോട്ട് നെയിം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ സെൽഫ് ഡോട്ട് ഏജിലേക്ക് ഇവിടെ വരുന്ന ഏജ് ടൈം വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ താഴെ ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫംഗ്ഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സെൽഫ് പാസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈ ഒരു ഇനിറ്റ് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്, പിന്നെ ഇനിറ്റ് മെത്തേഡ്, പിന്നെ സെൽഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ് സ്റ്റോർ ചെയ്യാൻ. പിന്നെയുള്ള മെത്തേഡ്സ്, ഇതിലുള്ള ഈ ഒരു സംഭവമാണ് മെത്തേഡ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ മെത്തേഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെയുള്ള ഈ ഒബ്ജക്റ്റ്, ഇവിടെ ഇപ്പം കണ്ടല്ലേ, ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ എടുത്തു വെച്ചിട്ട് ക്ലാസ് വെച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് പേഴ്സൺ, ഈ ഒരു പേഴ്സൺ എന്നുള്ള ക്ലാസ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ പേഴ്സൺ 1 എന്നുള്ള ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ഇതാണ് ബേസിക്സ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യാൻ നോക്കാം ഗൈസ്. കോഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ബേസിക്കലി നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ പൈത്തൺ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, day7 എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, VS Code ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് di7.py എന്നുള്ള ഒരു പൈത്തൺ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ATM സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ATM സിസ്റ്റം, നിങ്ങളിപ്പോൾ പൈസയൊക്കെ എടുക്കാൻ പോകുന്നില്ലേ, പൈസ വിഡ്രോ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് സംഭവം ചെയ്യുന്നത് നോക്കാം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സും ഒബ്ജക്റ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഒരു ATM സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിന്റെ പേര് ATM. ഓക്കെ, ATM എന്ന് കൊടുക്കുന്നു. ഓക്കെ,
എ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബട്ട് അത് വേണ്ട, നമുക്ക് അഡിറ്റ് ചെയ്യാം ഗൈസ്. ഡെഫ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇനിറ്റ് ഫംഗ്ഷൻ എഴുതുകയാണ്. ഓക്കെ, അണ്ടർസ്കോർ ഇനിറ്റ്. ഓക്കെ, സോ ഇനിറ്റ് എഴുതി. അതിനുശേഷം നമ്മൾ വേണ്ടത് സെൽഫ് എന്നുള്ള സംഭവം നമ്മൾ ഇൻബിൽഡ് ആയിട്ടുണ്ടാവും, അത് അവിടെ കൊടുക്കുക. ഓക്കെ, സോ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ഡോട്ട് ബാലൻസ് ഈക്വൽ ടു 0 കൊടുത്ത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഓക്കെ, പിന്നെ ഒരു മെത്തേഡ് നമുക്ക് എഴുതേണ്ടത്, ഈ ATM-ൽ നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ടാവും, പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വിഡ്രോ ചെയ്യുന്ന ഒരു കോഡ് ചെയ്യാം. വിഡ്രോ എന്ന് പറഞ്ഞിട്ട് സെൽഫ് എമൗണ്ട് സിമ്പിൾ ആയിട്ടുള്ള കോഡ് ചെയ്താൽ സെൽഫ് ഡോട്ട് ബാലൻസ് ഈക്വൽ ടു എനെ കൊണ്ട് ഭയങ്കര പാടാണല്ലോ. ബാലൻസ് പ്ലസ് എമൗണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് എഴുതിയിട്ടുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ഒരു മെത്തേഡാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ എവിടെയാണ് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞുതരാം, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. വിഡ്രോ എന്നൊരു ഫംഗ്ഷൻ മെത്തേഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലൈക്ക് ബേസിക്കലി ഫംഗ്ഷൻ ആണ് ഇത്, നമ്മൾ മെത്തേഡ് എന്ന് പറയും. സോ ഈ ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ നമ്മൾ എന്താണ്, ലൈക്ക് സെൽഫ് ഒരു എമൗണ്ട് വേരിയബിൾ പാസ് ചെയ്യുന്നുണ്ട്. ഈ വേരിയബിൾ പാസ് ചെയ്തിട്ട് ഇപ്പോൾ ഇടുന്ന പൈസ നമ്മൾ വിളിക്കുന്നതാണ്. ലൈക്ക് വിഡ്രോ എന്ന് വെച്ചാൽ എടുക്കുന്ന സമയത്ത് എന്താണ്, ഒരിക്കലും പ്ലസ് അല്ല, നമ്മൾ പൈസ കുറയാണ് ചെയ്യുക. ഓക്കെ, ഡെപ്പോസിറ്റ് ഉള്ള സമയത്താണ് പ്ലസ് ആവുക. ഓക്കെ, സോ ഇത്രയും ചെയ്ത് ഇനി നമുക്ക് ഇതെങ്ങനെ ഈ ഒരു ATM സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഇനി അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്, ക്ലാസ്സിനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒബ്ജക്റ്റ് ആണ്. സോ ATM ഒബ്ജക്റ്റ് എന്നുള്ളൊരു പേരിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ ഇന്നത്തെ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് വിഡ്രോ എന്നുള്ള സംഭവം നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ലൈക്ക് അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATM ഒബ്ജക്റ്റ്, അതായത് നമ്മൾ ക്ലാസ്സിലുണ്ടായ ഒബ്ജക്റ്റ് ഡോട്ട് ഈ ഒരു സാധനം വിളിക്കണമെങ്കിൽ ഡോട്ട് വിഡ്രോ എന്ന് പറയാം. എന്നിട്ട് ഈ ഒരു 100 പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയല്ല പാസ് ചെയ്യുക, ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള സംഭവമാണ്, ഇത് നോക്കണ്ട. ഓക്കെ, സോ ഈ രണ്ടാമത് വരുന്ന സാധനമായിരിക്കും ഫസ്റ്റ് ഇവിടെ പാസ് ചെയ്യുന്ന സാധനം ഇവിടെ എത്തുക. ഓക്കെ, ഇവിടെ എത്തിയ ശേഷം ഇവിടെ വന്നിട്ട് ഈ ഒരു എമൗണ്ട് ഇവിടെ എത്തും. എന്നിട്ട് സെൽഫ് ഡോട്ട് ബാലൻസ് നിന്ന് മൈനസ് ആവും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇനീഷ്യലി നമ്മളൊരു ബാലൻസ് 0 ആണ് കൊടുത്തത്. ഓക്കെ, 0 എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ബാലൻസ് എന്ന് മാറ്റി കൊടുക്കാം. സോറി, എന്നിട്ട് നമുക്ക് ഈ ഇനീറ്റിൽ ബാലൻസ് പാസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ATM-ൽ ഫസ്റ്റ് ഒരു 5000 റുപ്യ പാസ് ചെയ്യാം. ഇത് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഈ ഒരു ഒബ്ജക്റ്റ് വിളിക്കുന്ന സമയത്ത് ഈ ATM-ൽ ഒരു 5000 രൂപ ആദ്യം മീൻസ് ബാലൻസ് ഇവിടത്തേക്ക് ബാലൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി, ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവം നേരെ ഇവിടെ വന്ന് ATM കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് സെൽഫ് ഫസ്റ്റ് അല്ല രണ്ടാമത്തെ സാധനമാണ് വിളിക്കുക. ഇവിടെ വന്ന് സെൽഫ് ഡോട്ട് ബാലൻസിന്റെ പൈസ ഈ ബാലൻസ്, അതായത് ഈ 5000 ആയിട്ട് വരും. അപ്പോൾ ഈ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്, അപ്പോൾ സെൽഫ് ഡോട്ട് ബാലൻസിൽ ആ വിഡ്രോ ചെയ്യുന്ന ബാലൻസ് മൈനസ് ചെയ്തിട്ട് സെൽഫ് ഡോട്ട് ബാലൻസ് കറന്റ്ലി എത്ര ബാലൻസ് ഉണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് അത് കാണിക്കും. നമുക്ക് പ്രിന്റ് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെയും മനസ്സിലാവും. വിഡ്രോൺ എമൗണ്ട് കാണിക്കും, റിമൈനിങ് ബാലൻസ് കാണിക്കും. ജസ്റ്റ് ഒന്ന് നോക്കാം, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. താഴോട്ടാക്കാം. എന്തായിരുന്നു, പൈത്തൺ b7.py. ഓഫ്, ഹാങ് ആയിപ്പോയി ഗൈസ്. നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് വിഡ്രോൺ എമൗണ്ട് 100, നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യാൻ വഴി വെച്ചത് 100 ആണ്. ഓക്കെ, സോ അത് ഡയറക്റ്റ് അത് പ്രിന്റ് ചെയ്ത്, പിന്നെ നമ്മൾ വിഡ്രോ ചെയ്ത് പൈസ എടുത്തു കഴിഞ്ഞിട്ട് റിമൈനിങ് ബാലൻസ് 4900. അതെങ്ങനെയാണ് 4900 വന്നത്? നമ്മളിപ്പോൾ 5000 റുപ്യാണ് ആദ്യം സെൽഫ് ഡോട്ട് ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി ഉള്ളത്, അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് 5000 രൂപയാണ്. ഈ ബാലൻസ് വരുന്നത് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെൽഫ് ഡോട്ട് ബാലൻസ് ആദ്യം 5000 രൂപയുണ്ട്. സോ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് 100 രൂപ വിഡ്രോ ചെയ്ത് 100 രൂപ എടുത്ത് ആ സമയത്ത് നമ്മൾ വിഡ്രോ എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്ത് വിഡ്രോ 100 രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എമൗണ്ട് ഇവിടെ വന്ന്, അപ്പോൾ സെൽഫ് ഡോട്ട് ബാലൻസ് 5000 മൈനസ് ഈ ഒരു 100, അപ്പോൾ സെൽഫ് ഡോട്ട് ബാലൻസ് അപ്ഡേറ്റ് ആയിട്ട് 4900 ആയി. അതാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 4900 വരുന്നത്. ഇതെങ്ങനെ നമുക്കിനി ഒരു ബാലൻസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം.
അതായത് പൈസ ഇടാൻ നോക്കാം. ഇപ്പം 5000 ആണുള്ളത്. ഒരു എക്സ്ട്രാ കുറച്ച് പൈസ എങ്ങനെ ഇടാൻ നോക്കാം. ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ടാവും സെയിം ഇതേ മെത്തേഡ്, ഡെപ്പോസിറ്റ് മെത്തേഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കുക. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് നമ്മൾ എഴുതാൻ പറ്റും. ഇപ്പോൾ ഡെപ്പോസിറ്റ് സിംപ്ലി നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഡെപ്പോസിറ്റ് നമ്മൾ സെൽഫ് എമൗണ്ട് കൊടുത്ത് സെൽഫിയുടെ ബാലൻസിൽ ജസ്റ്റ് പ്ലസ് ചെയ്യുക, ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ATM ഒബ്ജക്റ്റ് ഡെപ്പോസിറ്റ് 500 കൊടുക്കാം. ഓക്കെ, ഈ 100 എടുത്ത് കളയാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഡെപ്പോസിറ്റിൻ്റെ ടോട്ടൽ മെയിൻ ബാലൻസ് സെൽഫ് ഡോട്ട് ബാലൻസ്. ഇപ്പോൾ ഇത് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ATM ഫസ്റ്റ് ഇത് കോൾ ആവും. അപ്പോൾ 5000 രൂപ നമ്മളെ സെൽഫ് ഡോട്ട് ബാലൻസിലേക്ക് ആവും. അതിനുശേഷം കോൾ ചെയ്ത് എന്താ ഡെപ്പോസിറ്റ് എന്നുള്ള സംഭവം കോൾ ആവും. അതായത് ഈ ഒരു സാധനം മാത്രം കോൾ ആവും. ഈ ഒരു സാധനം മാത്രമേ കോൾ ആവും. കാരണം ഇത് നമ്മൾ കോൾ ആക്കുന്നില്ല, അത് എടുത്ത് കളഞ്ഞ്. അപ്പോൾ ഈ ഒരു സാധനം കോൾ ആവുന്ന സമയത്ത് നമ്മളെ സെൽഫ് ഡോട്ട് ബാലൻസിലേക്ക് എമൗണ്ട് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് 5500 ആയിട്ട് കാണിക്കും. ഓക്കെ, ജസ്റ്റ് അത് തന്നെയാണോ ചെയ്യുന്നത് നോക്കാം. ഡെപ്പോസിറ്റ് എമൗണ്ട് 500, നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന എമൗണ്ട് കറന്റ് ബാലൻസ് 5500. ഓക്കെ, ബേസിക്കലി ഒരു ATM സിസ്റ്റം ഉള്ള ഒരു വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ലീവ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കൂടുതൽ ടോപ്പിക്സും കാര്യങ്ങളും കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരിച്ചിട്ട് ടോപ്പിക്സ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്.